നരേന്ദ്രമോദിയെ പരിഹസിച്ച രാഹുൽ ഗാന്ധിയുടെ വാ അടപ്പിച്ച് ബി.ജെ.പി. പ്രധാനമന്ത്രിയുടെ വിദേശ നയം കെട്ടിപ്പിടിക്കലിലെല്ലാം തന്നെ ഒതുങ്ങുന്നുവെന്ന് രാഹുൽ രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ചിരുന്നു. ഇതിനെയാണിപ്പോൾ അവിടെ കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത്തിനെ വേദിയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശക്തമായ ഒരു പരിഹാസ പ്രകടനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി അവിടെ നടത്തിയത്. എന്നാൽ രാഹുലിന്റെ ഈ രാഷ്ട്രീയ പരിഹാസത്തിന് പിന്നാലെ തന്നെ ബി.ജെ.പി. ശക്തമായ തിരിച്ചടിയുമായി രംഗത്ത് വരികയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് എന്ന ഭരണഘടനാ പദവിയുടെ ഗൗരവം മറന്നുകൊണ്ട് രാഹുൽ രാഷ്ട്രീയ വിമർശനത്തെ വ്യക്തിപരമായ പരിഹാസത്തിലേക്ക് തഴം താഴ്ത്തി എന്നതാണ് ബി.ജെ.പിയുടെ ആരോപണം. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അസഭ്യവും മാന്യതയില്ലാത്തതുമാണ് എന്നും ബി.ജെ.പി. നേതാക്കൾ വിമർശിച്ചു. ഇവിടെയാണ് ഈ വാദത്തിന് മറ്റൊരു രാഷ്ട്രീയ രീതിയിലേക്ക് അതിനെ മാറ്റിമറിക്കുന്നതും. രാഹുൽ ഗാന്ധിയുടെ വിമർശനം വെറും ഒരു അവിടെ കെട്ടിപ്പിടിക്കൽ വിഷയത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. മോദി സർക്കാരിന്റെ വിദേശ നയത്തിന്റെ ആഴത്തെയും ഫലപ്രാപ്തിയെയും ചോദ്യം ചെയ്യുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലക്ഷ്യം. ബി.ജെ.പി. ആർ.എസ്.എസ്. നേതൃത്വത്തെയും രാഹുൽ ഗാന്ധി രൂക്ഷമായി തന്നെ വിമർശിച്ചു. പക്ഷേ ബി.ജെ.പി. ഇപ്പോൾ ചർച്ചയുടെ ദിശ തന്നെ മാറ്റുകയാണ്. അതുമാത്രമല്ല, വിദേശ നയത്തെ വിമർശിക്കാം, പക്ഷേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പരിഹസിക്കാൻ പ്രതിപക്ഷ നേതാവിന് എന്ത് അവകാശമാണ് ഇവിടെ ഉള്ളതെന്ന ഒരു ചോദ്യം കൂടിയാണ് ഇപ്പോൾ ബി.ജെ.പി. ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. അതേസമയം വിമർശനത്തെയും പരിഹാസത്തെയും രാഷ്ട്രീയ ആയുധമാക്കുന്നത് ജനാധിപത്യത്തിലെ സ്വാഭാവിക പ്രതിപക്ഷ പ്രവർത്തനമാണ് എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ചർച്ച വിദേശ നയം വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതിലേക്കും കൂടി നീങ്ങുന്നുണ്ട്. രാഹുലിന്റെ ഭാഷയും രാഷ്ട്രീയ രീതിയും ഇവിടെ ശരിയായിരുന്നു എന്നതാണ് ഇവിടെ പൊതുജനം ചോദിക്കുന്നത്. ഒരു കെട്ടിപ്പിടിക്കൽ, ഒരു രാഷ്ട്രീയ പരിഹാസം എന്ന രീതിയിൽ. പക്ഷേ ഇപ്പോൾ ഇതാകട്ടെ വലിയ രീതിയിലുള്ള വാക്പോലിലേക്ക് മാറി മറിയുകയാണ്. രാഹുൽ മോദിയുടെ വിദേശ നയത്തെ ലക്ഷ്യമിടുമ്പോൾ ബി.ജെ.പി. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ മാന്യതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. രാഹുലിന്റെ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ആകട്ടെ രംഗത്ത് വന്നിരുന്നു. രാഹുൽ ഗാന്ധിക്ക് എപ്പോഴാണ് പക്വത ഉണ്ടാകുന്നതെന്ന ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചത്. ഇന്ത്യയെ നയിക്കാൻ പക്വമായ നേതൃത്വമാണ് ആവശ്യമെന്നും ഇത്തരം പ്രകടനങ്ങൾ കൊണ്ട് കാര്യമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ജനാധിപത്യപരമായി തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിനെ ജോക്കർമാരെന്നും കോമാളികളെന്നും വിളിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലായ്മയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾ തിരഞ്ഞെടുത്ത നേതാവാണ് എന്നും കുടുംബ പാരമ്പര്യത്തിലൂടെയോ വംശീയ രാഷ്ട്രീയത്തിലൂടെയോ അല്ല അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിയതെന്നും ഇവിടെ പ്രഹ്ലാദ് ജോഷി ആഞ്ഞടിച്ചുകൊണ്ട് ഇവിടെ രാഹുലിനെതിരെ സംസാരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നതിലൂടെ തന്നെ രാഹുൽ ഗാന്ധി രാജ്യത്തെ ജനങ്ങളെയാണ് അപമാനിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗും രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. രാഹുൽ മാനസികമായി തന്നെ അസ്വസ്ഥനാണ് എന്നും അദ്ദേഹത്തിന്റെ പെരുമാറ്റം മാന്യതയുടെ എല്ലാ പരിധികളും ലംഘിക്കുന്നു എന്നതാണ് ഗിരിരാജ് സിംഗ് ആകട്ടെ വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധിക്ക് ആവശ്യമായ സഹായം ഉറപ്പാക്കാൻ സോണിയാഗാന്ധി ഇടപെടണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ റീലുകൾക്ക് വേണ്ടി തന്നെ വില കുറഞ്ഞ പരാമർശങ്ങൾ നടത്തരുത് എന്നും ഇവിടെ ബി.ജെ.പി. എം.പി. കൂടിയായ ബാൻസൂരി സ്വരാജും കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.